ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാംഗോ ലീവ്സ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പകുതി വേവിലുള്ള 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ പച്ചരിയുടെ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 4 ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്, പിന്നെ സവാള വേണം, അതും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, മല്ലിയില അരിഞ്ഞത് 1 കപ്പ്, 2 ടേബിൾ സ്പൂണോളം പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ആവശ്യത്തിന്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ടൊന്ന് നല്ലോണം വഴറ്റാം. ഇവിടെ 2 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഉപ്പിടണം, നമുക്ക് ചോറും കൂടി ഇടേണ്ടതല്ലേ. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ടൊമാറ്റോ ഒന്ന് നല്ലോണം വേകുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിരിയമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തക്കാളിക്ക് അധികം പുളി ഇല്ലാത്ത കാരണമാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി.
ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പകുതി വേവിച്ച് ചോറിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.